പറയാം. കഥയൊക്കെ ഇഷ്ടമല്ല പുതിയ ആളുകൾക്ക്? യെസ്, പുതിയ ആൾക്കാർക്ക് വേണ്ടി പാട്ട് കേൾക്കാം. യെസ്. അപ്പോ ഒരു കാട്ടില് ഒരു സിംഹവും സിംഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലയൺ. സിംഹിണി. യെസ്, സിംഹവും സിംഹിണി ഉണ്ടായിരുന്നു. അപ്പൊ കാട്ടിലെ രാജാവാണല്ലോ സിംഹം, അല്ലെ? കാട്ടിലെ രാജാവല്ലേ സിംഹം? ആര് പറഞ്ഞു കാട്ടിലെ രാജാവാണ് സിംഹം? ബാലഭദ്രം പറഞ്ഞു, അല്ലെ? ശരി. അപ്പൊ കാട്ടിലെ രാജാവാണ് സിംഹം. അപ്പൊ സിംഹം ഒരു ദിവസം സിംഹവും ഭാര്യയും കൂടെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ സിംഹിണി, മിസ്സിസ് സിംഹിണി, അതെ, കാര്യം മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. സിംഹത്തിന്റെ ഭാര്യ, ഓക്കെ, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഇര പിടിക്കാൻ പോകുമ്പോ, വേട്ടയാടാൻ പോകുമ്പോ രണ്ടുപേർക്കും ഒരുമിച്ചൊക്കെയാണ് പോകാറുള്ളത്. പക്ഷെ പുള്ളിക്കാരി പ്രഗ്നന്റ് അല്ലേ, റെസ്റ്റ് എടുത്തോണ്ടെന്നൊക്കെ വിചാരിച്ച് പറഞ്ഞു, നീ ഇവിടെ വീട്ടിൽ ഇരിക്കും, ഞാൻ പോയിട്ട് 1-2 മാലിന്യൊക്കെ പിടിച്ചിട്ട് വരാം, ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുത്തിരുന്നോളാൻ പറഞ്ഞു. അപ്പോ സാധാരണ രീതിയിൽ എന്താ സംഭവിക്കുക? വീട്ടില് ഇപ്പൊ മനുഷ്യന്മാരെ അവസ്ഥ ഒന്ന് നോക്കാം. എന്തെങ്കിലും കേട്ടിട്ടുണ്ട് എന്നെ വരെ പറഞ്ഞനുസരിച്ചിട്ടില്ല, എന്ത് പറയുന്ന ഓപ്പോസിറ്റ് ചെയ്യൂല എന്ന പോലെ തന്നെ കറക്റ്റ് എന്ന പോലെ തന്നെ വീഡിയോ പറഞ്ഞാൽ അത് ശരിയാവില്ല, എനിക്ക് ഇവിടുന്ന് ബോറടിക്കും, ഞാൻ പുറത്ത് കൂടെ പോയിരുന്നു പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞത് കൂടെ വരണ്ട ഇവിടെ ഇരുന്നോ, അവരെല്ലാം വെച്ചില്ല, എനിക്ക് വരണം. അങ്ങനെ രണ്ടുപേരും ശരി കൂട്ടിയേക്കാം, കുടുംബക്കലഹം ഒഴിവാക്കാന്ന് വിചാരിച്ച് കൂടെ കൂട്ടി പുറത്തേക്ക് പോയി. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോ നല്ല വെയിൽ സമയത്ത് സിംഹം പറഞ്ഞു, ആണുങ്ങൾക്ക് എപ്പോഴും കുറച്ച് സ്നേഹവും കരുതലൊക്കെ കൂടുതലാണല്ലോ, അല്ലേ? പൊതുവെ അല്ലേ? അതല്ല, പൊതുവെ പുരുഷന്മാർക്ക് സ്ത്രീകളോട് അല്ലെങ്കിൽ ഭാര്യമാരോട് അല്ലെങ്കിൽ കാമുകിമാരോടൊക്കെ പ്രത്യേകിച്ച് കരുതൽ കൂടുതലാണ്. ഭാര്യയോട് ഒരു കരുതൽ കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ കരുതലിന് പ്രത്യേകിച്ച് ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഇത് നിങ്ങളൊന്നും സെന്റിമെന്റലല്ല. അപ്പൊ ഗർഭിണിയായിട്ടിരിക്കുന്ന ഭാര്യയോട് എപ്പോഴും ഭർത്താക്കന്മാർക്ക് ഒരു കരുതലും ഒരു ഇഷ്ടവും എല്ലാം കൂടുതലായിരിക്കും. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് നാളെ ക്ഷീണിച്ചല്ലേ, തൽക്കാലത്തായി മരത്തിന്റെ ചോട്ടിലിരിക്കും, ഞാൻ പോയിട്ട് മാലിന്യം പിടിച്ചിട്ട് വരാം, ഇവിടെ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം, നല്ല കാറ്റൊക്കെ ഉണ്ട്, തണുത്തിരുന്ന് മയങ്ങിക്കോ, അപ്പോഴത്തെ ഞാൻ മാലിന്യൊക്കെ പിടിച്ചു വരാന്ന് പറഞ്ഞു. അതെ, അത് പറഞ്ഞപ്പോ സോപ്പിട്ട് പറഞ്ഞപ്പോ സമ്മതിച്ചു. അങ്ങനെയല്ല, അത് സോപ്പിട്ട് പറഞ്ഞാലേ ഒരു കേൾക്കുള്ളൂ, അത് പറഞ്ഞാൽ കേൾക്കൂല, അന്ന് വളച്ച് മുക്കുട്ടി അങ്ങനെ പറയാനൊക്കെ. അപ്പൊ അങ്ങനെ സമ്മതിച്ചു അവിടെ ഇരുന്നു. മൂപ്പര് മാറ്റം പിടിക്കാൻ വേണ്ടി പോയി. കുറച്ചു നേരം ഇരുന്നപ്പോ നമുക്ക് മിസ്സിസ് സിംഹിണിക്ക് ബോറടിച്ചു. ഒന്ന് വെറുതെ അവിടെ കറങ്ങി നടന്നു നോക്കിയപ്പോ ഇവർക്ക് ഒരു കുന്നിന്റെ മുകളിലായിരുന്നു. താഴോട്ട് നോക്കിയപ്പോ അവിടെ ഒരു താഴ്വാരത്ത് ഒരു കൂട്ടം ആടുകൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. ആടുകൾ ഇത് കണ്ടപ്പോ സിംഹിണിക്ക് ഒരു ബൂതി, ആള് വരുമ്പോഴത്തേനും ഒരു സർപ്രൈസ് കൊടുത്താലോ. അങ്ങനെ ചിന്തിച്ചു, ആള് വരുമ്പോഴത്തേക്കും ഒരു സർപ്രൈസ് കൊടുത്തേക്കാം, ഒരു 1-2 ആടിനെയൊക്കെ പിടിച്ചുകൂടെ റെഡിയാക്കി വെച്ച് ആള് വരുമ്പോൾ ആൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നേരെ ഈ കുന്നിന്റെ മുകളിൽ താഴോട്ട് ആട്ടുകൂട്ടത്തിന് ലക്ഷ്യമാക്കി ചാടി. കൂട്ടത്തിലെങ്കിലും ചാടി, അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ചാടിയതാണ്. പക്ഷെ ഈ ഗർഭിണി ആയതുകൊണ്ടും ചാട്ടത്ര ഷാർപ്പായില്ല. ജസ്റ്റ് ആടുകളാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുകയും ചെയ്തു. ഈ പാവം പ്രഗ്നന്റ് ആയ സിംഹിണി പാറയിൽ തലയടിച്ചു വീണു, സ്പോട്ടിൽ തന്നെ മരിച്ചു. പൂർണ്ണ ഗർഭിണി ആയതുകൊണ്ട് തന്നെ പ്രസവ സ്പോട്ടിൽ കണ്ടു. 4 കുട്ടികളായിരുന്നു. 3 കുട്ടികൾ സ്പോട്ടിൽ മരിച്ചു, ഒരു കുട്ടി മാത്രം രക്ഷപ്പെട്ടു. കഥകള് ഒരു സിംഹക്കുഞ്ഞ് മാത്രം രക്ഷപ്പെട്ടു. അപ്പൊ ഈ രക്ഷപ്പെട്ട സിംഹക്കുഞ്ഞ് ചുറ്റും നോക്കിയപ്പോ ഒന്നും കാണാനില്ല. ആകെ കാണുന്നത് ഒരു കൂട്ടം ആടുകൾ കൂട്ടം കൂടി നടക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോ കണ്ടത്